ദിസ് ഇസ് ട്യൂസ്ഡേ ഈവനിങ്. ഇത് റീ ഓപ്പൺ ഡേ വ്ലോഗ് തന്നെയാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെയാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ തലേന്ന് വൈകിട്ട് തന്നെ ചെയ്ത് ഒതുക്കി വെക്കും. രാവിലെ എത്ര നേരം കൂടെ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ അത്രയും നേരം കൂടെ ഉറങ്ങാനായിട്ട് ഞാൻ എന്തും ചെയ്യും. ചില കാര്യങ്ങളിൽ വീഡിയോസ് കാണുന്ന പലർക്കും ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. ആദ്യത്തേത് ഞാൻ വ്യക്തമാക്കാം. ഈ സ്കൂള് എന്ന് പറയുന്നത് ആലൻ്റെ മമ്മി സ്റ്റാർട്ട് ചെയ്ത സ്കൂളാണ്. അന്നതൊരു കിൻഡർഗാർഡൻ ആയിരുന്നു. ആലൻ്റെ ഫാദർ ബാങ്കിലായിരുന്നു, ബാങ്ക് മാനേജറായിട്ട്. ഡാഡ് റിട്ടയർമെൻറ്റിന് ശേഷം സ്കൂളിൽ മമ്മിയുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് അവർ രണ്ടുപേരും കൂടെ അത് വളർത്തി ഇപ്പോൾ അത് 4th സ്റ്റാൻഡേർഡ് വരെയുള്ളൊരു സ്കൂളാണ്. ആ സ്കൂളിലാണ് ഞാൻ അക്കാഡമിക് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഫാദർ ഇൻ ലോ ആണ് അവിടുത്തെ പ്രിൻസിപ്പൽ, മമ്മി മദർ ഇൻ ലോ ആണ് അവിടെ HR ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ബൈ ഡെസിഗ്നേഷൻ എൻ്റെ പോസ്റ്റ് വൈസ് പ്രിൻസിപ്പലിൻ്റെതും കൂടിയാണ്. അപ്പം നിങ്ങളിൽ പലരും ആലോചിക്കും ഈ പ്രായത്തിലോന്ന്. അല്ല, ഞാൻ അങ്ങനെ എന്നെ ഒരു സന്തൂർ മമ്മി ആക്കിയതൊന്നും അല്ല കേട്ടോ. കണ്ടാൽ പറയത്തില്ലെങ്കിലും ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിന് മേലെയായി. ഇതിലൊരു 5 കൊല്ലം ഞാൻ ഒരു ഇൻ്റർനാഷണൽ കേംബ്രിഡ്ജ് സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. സ്കൂൾ നമ്മുടെ വീടിന് തൊട്ടടുത്താണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ ലഞ്ച് ബ്രേക്കിന് വീട്ടിൽ വരുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നാളത്തേക്ക് ലഞ്ചിന് ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നല്ലപോലെ ടയേർഡായി വീട്ടിൽ ഉച്ചയ്ക്ക് വന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് ഉറങ്ങണം. അതാണ് അതിൻ്റെ ഒരു സുഖം. ഞാൻ നമ്മുടെ ചോപ്പറിൽ ഒണിയനും ക്യാരറ്റും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ക്യാരറ്റൊക്കെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വരും കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഇത് സാലഡിന് വേണ്ടിയിട്ടുള്ളതാണ്. സാലഡ് നല്ല കട്ട തൈരിൽ ഇങ്ങനെ കുനുകുനുകുന പച്ചക്കറികളുമായിട്ട്, പച്ചക്കറി എന്ന് പറയാനില്ല, ക്യാരറ്റ് മാത്രമേ ഉള്ളൂ, അങ്ങനെ കിടക്കുന്ന കാണാൻ ഒരു രസമാണ്. കുട്ടികൾ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാനതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല. സാധാരണ ബിരിയാണിക്കായിട്ട് ഞാൻ ഒരു വലിയ സവാളയും ഒരു വലിയ തക്കാളിയും 2 പച്ചമുളകുമാണ് എടുക്കാറുള്ളത്. സവാള ഇത്തിരി ചെറുതായതുകൊണ്ട് ഞാൻ 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ ഈ ഓരോ ബോക്സിലാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ ഇത് ഓരോന്ന് വിധം തട്ടിയിട്ട് പെട്ടെന്ന് കൂട്ടിക്കൊഴിച്ച് ഒറ്റ വിസിലടിച്ച് എൻ്റെ ബിരിയാണി അങ്ങ് റെഡിയാവും. കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ എനിക്കിപ്പോൾ PhD റാങ്ക്. ഞാൻ എങ്ങനെയൊക്കെ കണ്ണും പൂട്ടി ഉണ്ടാക്കിയാലും വെള്ളം കൂടുകയോ കുറയോ ഒന്നും ചെയ്യത്തില്ല. പാളിപ്പോകാതെ ബിരിയാണി കിട്ടും. ആൻഡ് ഇറ്റ് ടുക്ക് മീ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ്. ഒറ്റയടിക്കൊരു കുക്കായ ആളല്ല കേട്ടോ ഞാൻ. ഒരുപാട് പാത്രങ്ങളിലായി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നമ്മുടെ സ്പേസും പോവും. രാവിലെ ഇതെല്ലാം കൂടെ തപ്പിപ്പറക്കി എടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒരൊറ്റ ബോക്സിൽ കാര്യം കഴിയും. ചിക്കൻ ഞാൻ അന്ന് മേടിച്ചപ്പോൾ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 2-3 സ്പൂൺ കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം മാത്രം തൈര് ചേർത്ത് ഫ്രീസറിൽ നിന്ന് ഈ ഒരു മാരിനേറ്റ് ചെയ്ത ചിക്കൻ മാറ്റി നമുക്ക് ചില്ലറിലോട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ അത് നല്ല രീതിക്ക് സെറ്റായിരിക്കും. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇത് മെൽറ്റായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വൈകുന്നേരം ചായയുടെ ടൈമിൽ ഞാൻ ഈ ചിക്കൻ എടുത്ത് വെളിയിൽ വെച്ചിരുന്നു കേട്ടോ. ട്യൂസ്ഡേയിൽ ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും ഒരു വഴി ആക്കിയതിന് ശേഷമാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അതേ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചു. കഴിഞ്ഞ ദിവസം ആ ഒരു പാസ്തയുടെ ഷോർട്സിൽ ഞാൻ ഇട്ടിരുന്ന മെറ്റേണിറ്റി വെയറിൻ്റെ കൂടെ തന്നെ ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഈ ഒരു ബ്രൗൺ കളറും, ഇത് ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു മെറൂൺ ഷെയ്ഡാണ്. ഇതിലുള്ളത് വൈറ്റ് സ്റ്റാർസ് ആണ് കേട്ടോ. അത് ക്രിസ്മസിനായിട്ട് ഞാൻ അന്ന് മേടിച്ചതാണ്. നവംബറിലായിരുന്നു നിലുവിൻ്റെ ബർത്തൊക്കെ. അപ്പോൾ ആ ടൈമിൽ മേടിച്ചപ്പോൾ ഒരെണ്ണം ഞാൻ ക്രിസ്മസിനും കൂടെ മേടിച്ചു. നക്ഷത്രമൊക്കെ ക്രിസ്മസിനാണല്ലോ ഇടുന്നത്. ഞാൻ എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കേട്ടോ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് പോകുന്നത്. ഇവിടെ ഉണ്ടാൾ രാത്രി ഒരു 10-10:30 വരെയൊക്കെ ഇവിടെ ഉണ്ടാവും. ആ ഡ്രസ്സിലെ പോലെ തന്നെ ഇതിനൊരു സിബ് പോർഷൻ ഉണ്ട്, പോക്കറ്റ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്ലസ്. നാളത്തേക്കുള്ള ഒരു 3 പപ്പടവും കൂടെ ഞാൻ ഇപ്പോഴേ അങ്ങ് കാച്ചി വെക്കുവാണ്. ഈ ഒരു ഡ്രസ്സും ഞാൻ മെഷീൻ വാഷ് തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ക്വാളിറ്റി വൈസ് നല്ലതാണ്. എന്നെ പോലെ നൈറ്റി കാണുമ്പോഴൊക്കെ നല്ല ഇഷ്ടമുണ്ട്, എന്നാൽ അങ്ങോട്ട് ഇടാനുള്ള മനസ്സ് വരുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്കും ചൂസ് ചെയ്യാം. പപ്പടവും ഒക്കെ കാച്ചി വെച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ സാരി എടുക്കാൻ പോവുകയാണ്. ഷോപ്പിലേക്കൊന്നുമല്ല, എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ കൊടുത്തു തീരുമ്പോൾ ഞാൻ നേരെ പോകുന്നത് മിനിയാൻറ്റിയുടെ അടുത്തേക്കാണ്. മിനിയാൻറ്റിയുടെ കയ്യിലുള്ള കളക്ഷൻസ് നിന്ന് നമുക്ക് പോയി ഒരു സാരി തപ്പി എടുത്തുകൊണ്ട് വരാം. രാത്രിയായി കേട്ടോ. അവിടെ എല്ലാവരും കഴിച്ച് മിനിയാൻറ്റി കിച്ചൺ ഒതുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ഈ ഒരു ബ്ലാക്ക് സാരി ചൂസ് ചെയ്തു. ഞങ്ങളല്ല, ഞാൻ. ബ്ലാക്ക് കണ്ടാൽ പിന്നെ ഞാൻ വേറൊന്നിലോട്ടും നോക്കത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അലമാരി തുറക്കുമ്പോഴേ മിനിയാൻറ്റി അതിൻ്റെ അകത്തുള്ള ബ്ലാക്ക് ഒക്കെ എനിക്ക് സ്പെഷ്യലായിട്ട് കാണിച്ചു തരും കേട്ടോ. ഇതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള ബ്ലാക്ക്. അങ്ങനെ ആ ഒരു സാരി നമ്മൾ ഫിക്സ് ചെയ്തു. അതും എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ പിടിച്ച് അറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. രാവിലെ ഇതേ 7 മണിക്ക് അലാം വെച്ച് ഞാൻ എണീറ്റിങ്ങ് പോരുന്നു. ആലൻ സിസിജിയിലേക്ക് പോയി 2 പേരും മേളിൽ തന്നെ കിടക്കുവാണ്. നല്ല ഉറക്കമുണ്ട്. താഴത്തോട്ട് വീഴാതിരിക്കാൻ താഴെ ഒരു ബെഡ് ഇട്ടിട്ടാണ് 2 പേരെയും മേലത്തെ ബെഡ്റൂമിൽ കിടത്തുന്നത്. ഇനി അഥവാ താഴെ വീണാൽ തലങ്ങണിയിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് 2 പില്ലോ ഒരു സൈഡിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ജൂൺ 2 സ്കൂൾ തുറക്കാനായിട്ട് ഇവന്റ് കാലണ്ടറൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് ഒരുവിധം PDF ഒക്കെ ആക്കിയും കഴിഞ്ഞതാണ്. പക്ഷേ ഇവിടെയുള്ള സകല പ്രൈമറി സ്കൂൾസും അത് 4th മാറ്റി, മഴ കാരണം. ഞാനിപ്പോൾ കിച്ചണിലെ ഡോറ് തുറന്നിട്ടുണ്ട്. അടിക്കുന്ന വെയിൽ നിങ്ങൾക്ക് കാണാമല്ലോ.
മഴ കാരണം റീ ഓപ്പണിംഗ് മാറ്റിയത് എന്തായാലും നന്നായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പണികൾ തുടങ്ങിയത്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. അങ്ങനെ ഇതേ കുക്കർ വെച്ചു. അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓയിൽ ബോട്ടിൽസ് ആണ്. കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിക്കാനായിട്ടാണ് കേട്ടോ ഞാൻ ഇതിലിങ്ങനെ കാണിക്കുന്നത്. ഇത്ര വ്യക്തമായിട്ട് ഇത് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ടാഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രോഡക്റ്റ് സൈഡിൽ. കഴിഞ്ഞ ലോങ് വീഡിയോയിൽ ഞാൻ അത്രയും പാടുപെട്ട് കഴുകിയതിൻ്റെ റിസൾട്ട് അതിൽ കാണാനും ഉണ്ടല്ലേ. ആ കുപ്പിക്ക് നല്ല തെളിച്ചുമൊക്കെ വന്നിട്ടുണ്ട്. കുക്കർ ബിരിയാണിക്കായിട്ടുള്ള കുക്കർ വെച്ച് അതിലേക്ക് കോക്കനട്ട് ഓയിലും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് അത് ചൂടാവുമ്പോൾ നമുക്ക് ആദ്യം അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ ആയി വരണം. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആദ്യം തന്നെ അതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബാക്കി പരിപാടികൾ അതിനിടയ്ക്ക് ചെയ്യുകയും ചെയ്യാം. തക്കാളിയും പച്ചമുളകും ഒക്കെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. സവാള നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ആയി കിട്ടും. സവാള റെഡിയാവുന്ന സമയം കൊണ്ട് നിലുവിൻ്റെ ബോട്ടിലൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം, കാപ്പി ഉണ്ടാക്കണം, ഇന്നലെ കഴുകിയ പാത്രങ്ങളും ഒക്കെ പിറക്കി വെക്കണം. റീ ഓപ്പണിംഗ് ജൂൺ 4 ആക്കിയതുകൊണ്ട് തന്നെ ആ 2 ദിവസം 2nd 3rd ഞങ്ങൾ സ്കൂളിലെ സകല കാര്യങ്ങളും ഒതുക്കി വെൽക്കമിനായിട്ടുള്ള സകലതും സെറ്റൊക്കെ ചെയ്തു കേട്ടോ. അതിനാവശ്യത്തിൽ കൂടുതൽ ടൈം കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. അതിനോടനുബന്ധിച്ചുള്ള അത്യാവശ്യം നല്ല തിരക്ക് ആ 2 ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ 2 ദിവസത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതായത് എൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. റീ ഓപ്പണിംഗ് ഡേ എന്തായാലും ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് മനസ്സിലുണ്ടായിരുന്നു, നിങ്ങളത് ചോദിച്ച സ്ഥിതിക്ക്. അങ്ങനെ എല്ലാം സെറ്റായപ്പോഴത്തേക്ക് ദേ വരുന്നു വിദ്യാഭ്യാസ ബന്ദ്. ഞങ്ങൾ റീ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ച അതേ ദിവസം തന്നെ ബന്ദ്. പിന്നീട് അറിഞ്ഞു ബാക്കി സ്കൂൾസൊക്കെ ഒരു ഡിസിഷനിൽ എത്തിയിട്ടുണ്ട്, റീ ഓപ്പൺ ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടെയുള്ള സകല പ്രൈമറി സ്കൂൾസും ജൂൺ 4 തുറന്നത്. ഹയർ സെക്ഷനൊക്കെ 2 തുറന്നായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഡിസൈഡ് ചെയ്തിരുന്നത് റീ ഓപ്പണിംഗ് നടത്തി അങ്ങ് തിരിച്ചുവിടാമെന്നാണ്. അത് പ്രകാരമാണ് ഞങ്ങളും ഇന്നൊരു ഹാഫ് ഡേ ആക്കിയത്. റീ ഓപ്പണിംഗ് സെറിമണി നടത്തുക, പിള്ളേരെ ഒന്ന് സെറ്റാക്കുക, ബുക്കൊക്കെ ഒന്ന് മേടിച്ച് വെച്ചിട്ട് ഒരു 12:30 ആകുമ്പോഴത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്നും കരുതി. അതും ഒരു ആശ്വാസമായി. ഇന്നിപ്പോൾ ലഞ്ചൊന്നും എടുക്കേണ്ട, കുക്കു സാറിനും ലഞ്ചൊന്നും പൊതിഞ്ഞെടുക്കേണ്ട, നമുക്ക് ഉച്ചയ്ക്ക് വന്ന് കഴിച്ചാൽ മതി. അപ്പോൾ സവാള ഏകദേശം ഒരു പരുവമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാനൊന്ന് ഡിലേ ആക്കുന്നതാണെന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ഞാൻ തീ അത്യാവശ്യം ഒന്ന് കുറച്ചൊക്കെ വെച്ചിട്ട് ബാക്കി പണികൾ അതിൻ്റെ ഇടയിൽ നടക്കണമല്ലോ, അതങ്ങ് പതുക്കെ ആയാൽ മതി എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് 1 ഗ്ലാസ് നിറച്ച് കൈമാരി ധാരാളമാണ്. നിലു കാണത്തില്ല. നിലുവിനെ ഞാൻ രാവിലെ ഇപ്പോൾ സ്കൂളിലോട്ട് പോകുമ്പോൾ വീട്ടിൽ കൊടുത്തിട്ട് പോകും. അവന് ലില്ലിയമ്മച്ചി എൻ്റെ ഗ്രാൻഡ് മദർ ചോറൊക്കെ കൊടുത്തോളും. അവനല്ലെങ്കിലും ബിരിയാണി ഒന്നും അധികം കഴിക്കത്തില്ല. അവന് ചോറും മീൻകറിയുടെയൊക്കെ ആളാണ്. അപ്പോൾ അമ്മച്ചി ഉച്ചയ്ക്ക് അവന് ചോറ് കൊടുക്കും. ഞങ്ങൾക്ക് 3 പേർക്കുമായിട്ട് ഉച്ചയ്ക്ക് മാത്രം മതി. രാത്രി ഇവിടെ അങ്ങനെ ചോറ് എടുക്കാറില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിള്ളേർക്കുള്ള പാലും ഞാൻ കാച്ചാനായിട്ട് വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി അതാ നമ്മൾ ഐശ്വര്യമായിട്ട് പാല് തിളപ്പിച്ച് കളഞ്ഞേക്കുന്നു. അല്ലെങ്കിലും സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള പറ്റുകൾ ധാരാളം പറ്റും എനിക്ക്, പ്രത്യേകിച്ച് രാവിലെ. ഞാൻ വൈകുന്നേരം അവിടെ പാടി നിന്നാലും ഈ പാലൊന്നും തിളച്ച് പോകത്തില്ല. പക്ഷേ സ്കൂളിൽ പോകേണ്ട ദിവസമാണെങ്കിൽ ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ ഒരു 3 ദിവസമെങ്കിലും പാല് തിളച്ച് പോകും. ഏതോ മൂവിയിൽ പറയുന്ന കണക്ക് അത് കാലങ്ങളായിട്ട് പാലിനുള്ളൊരു ശീലമാണല്ലോ. നമ്മൾ ഇത്തിരി ധൃതിയിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിയാൻ കാത്തു നിന്നിട്ട് തിളച്ച് പോകല്. 2 പേർക്കും കൂടെ എടുത്ത പാലാണ്. അതിൽ ഏകദേശം 1 ഗ്ലാസ് താഴെ കിടക്കുന്നു. ഇനിയിപ്പോൾ 2 പേർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വെള്ളം കലർത്തി എല്ലാം കൊടുക്കണം. ഇനി അടുത്ത സെറ്റ് പാല് കാച്ചാനൊന്നും എനിക്ക് ടൈം കിട്ടുമെന്ന് തോന്നുന്നില്ല. സൗബിൻ പറയുന്ന പോലെ അതോടുകൂടി മൂട് പോയി. പിന്നെ ഇനിയിപ്പോൾ ഒരു കാപ്പി കുടിച്ചാലേ കാര്യങ്ങൾ നേരെ ആവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ കോഫി അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം ഇന്ന് മേളിലൊന്നും പോയി നമുക്ക് കാപ്പി കുടിക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളി കാറ്റടിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മഴയും വരും. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കോഫിയിലേക്ക് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഷുഗർ വേണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനൊരു 2 സ്പൂൺ പഞ്ചസാരയും ഇത്തിരി കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് എൻ്റെ കോഫി സെറ്റ് ചെയ്തു. നിലുവിൻ്റെ ബോട്ടിലും സ്റ്റെറിലൈസ് ചെയ്തു. നമ്മൾ ഇതിവിടെ ഇട്ടിരിക്കുന്നത് വൈറ്റ് ഷീറ്റാണ്, വാൾപേപ്പർ ഷീറ്റാണ്. അതിൻ്റെ പുറത്ത് ചൂട് വെക്കാമെന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് അത്രയും ചൂടോടെ അത് വെക്കാനായിട്ടുള്ള കോൺഫിഡൻസ് കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങ് ആ ഒരു സ്റ്റീൽ സൈഡിലേക്ക് മാറ്റി വയ്ക്കും, നമ്മൾ പാത്രം കഴുകുന്ന ഡിഷിൻ്റെ എക്സ്റ്റെൻഡഡ് പോർഷനിലേക്ക്. എന്നിട്ട് നമ്മളിതേ സവാള മുരിഞ്ഞ് വന്നതിലോട്ട് 3 ഗ്രാമ്പുവും 1 കഷ്ണം പട്ടയും 2 ബേ ലീഫും ഒക്കെ കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഈ കുക്കറിലേക്ക് ഇനി നമ്മൾ ബാക്കി പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം പൊടികൾ കുറച്ച് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണിയിലേക്ക് പിന്നെ ബിരിയാണി മസാല മാത്രം ഇട്ടാൽ മതി. ഞാൻ അതിൽ മഞ്ഞൾപ്പൊടി, സാദാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കുഴച്ച് വെച്ചിരുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് മറ്റേ ബേ ലീഫിൻ്റെയൊക്കെ കൂടെ ചെറിയ ജീരകം കുറച്ച് ആഡ് ചെയ്തു, പെരുംജീരകവും കുറച്ച് ആഡ് ചെയ്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിരിയാണി മസാല മാത്രം ഇട്ട് കൊടുക്കാം. ബിരിയാണി മസാലയെ എപ്പോഴും എടുക്കേണ്ടാത്ത ഐറ്റം ആയതുകൊണ്ട് ഞാൻ ഇത്തിരി അപ്പുറത്തോട്ടാണ് വെച്ചിരിക്കുന്നത്, അപ്പുറത്തെ ഷെൽഫിൽ. അതിന് മുന്നേ ഞാൻ ആ കീറി ചേർത്ത 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
തക്കാളി ഇട്ട് കൊടുത്താൽ പൊടികൾ മൂക്കത്തില്ല, ഒരു പച്ചമണം നിൽക്കും. അപ്പോൾ പൊടി മൂത്തിട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതിപ്പോൾ ഇതിൽ നിന്നല്ല, ഏത് കറിക്കായാലും അത് നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പൊടിയൊന്ന് ഒന്ന് മുരിച്ചെടുത്തിട്ട് തക്കാളി ആഡ് ചെയ്യുന്നത്. അങ്ങനെ ദേ ഒരു വലിയ പഴുത്ത തക്കാളി നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബോക്സുകളെല്ലാം തന്നെ കാലിയായി. ചിക്കൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ ഒരു ലൈറ്റ് കളറൊക്കെ മാറി അതൊന്ന് ഇത്തിരി ഡാർക്കായി തുടങ്ങും. ആ തൈരൊക്കെ ഇങ്ങനെ വിട്ട് അതിലിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവം വരും. അപ്പോഴത്തേക്ക് നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ഗ്ലാസ് കൈമ അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം. ആ ഒരു കണക്കിലാണ് ഞാൻ വെള്ളം ചേർക്കാറുള്ളത്. കൈമ റൈസ് ആണെങ്കിൽ നിങ്ങൾക്കും അത് തന്നെ ഫോളോ ചെയ്യാം. ബിരിയാണിയുടെ കൂടെ എനിക്ക് എഗ്ഗ് നിർബന്ധമാണ്. എഗ്ഗ് ബോയിൽ ചെയ്യാനുള്ളത് തോടോടുകൂടി നല്ലപോലെ കഴുകിയിട്ട് ഞാൻ ഇതിൽ തന്നെ 3 എണ്ണം അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു ഹാഫ് ലൈമ് ഞാൻ പിഴിഞ്ഞും ചേർക്കുന്നുണ്ട്. കുറച്ച് ആ ബാക്കി കഷ്ണങ്ങൾ, ആ പിഴിഞ്ഞതിൻ്റെ കോത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ആലൻ്റെ ഫ്രണ്ട് സുജിത്തിൻ്റെ വൈഫ്, എൻ്റെ കൂട്ടുകാരി റോസി, ഇവിടെ കുറച്ച് ബിരിയാണി കൊടുത്തു വിട്ടിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ലെമണിൻ്റെ പീസസ് കിടക്കുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഇപ്രാവശ്യം ആ അര ലെമണിൻ്റെ പീസും ആ ഒരു തോടും ഒക്കെ അങ്ങോട്ട് അരിഞ്ഞ് മൂൺ ഷേപ്പിൽ അരിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ഇട്ടു. ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലാക്കി വേവിച്ചെടുക്കാം. കുക്കർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ കഴുകാനുണ്ടായിരുന്ന ഡബ്ബകളൊക്കെ ഞാൻ കഴുകി ആ ഒരു സ്റ്റീൽ റാക്കിലേക്ക് വെച്ചു. റാക്ക് വെളിയിലേക്ക് വെക്കാൻ പറ്റത്തില്ല, മഴ തുടങ്ങിയിട്ടുണ്ട്, പുറത്ത് ചാറ്റ മഴയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സാലഡ് സെറ്റ് ചെയ്യാനുള്ള പച്ചക്കറികളിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും ഇത്തിരി തൈരും ലേശം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് സാലഡും അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് പപ്പടവും അച്ചാറും അല്ലേ വേണ്ടത്, അത് രണ്ടും ഓൾറെഡി സെറ്റാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നങ്ങ് കഴിച്ചാൽ മതി. അങ്ങനെ ഇന്നത്തെ കോഫി കടൽ കണ്ടിട്ടായിരുന്നില്ല, മഴ നോക്കിയിട്ടായിരുന്നു. കോഫി കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് പിള്ളേർക്കുള്ള പാലൊക്കെ അങ്ങ് എടുത്ത് വെക്കാമെന്ന് കരുതി കേട്ടോ. ഇനി 2 പേരെ ഉണർത്തണം. നിലുവിനെ പാല് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പാക്ക് ചെയ്ത് അപ്പുറത്ത് കൊണ്ടാക്കണം. ഇന്ന് തൊട്ട് സ്കൂളിൽ വരുന്നു എന്നും പറഞ്ഞ് ഇന്നലെ ഒരു ഡബ്ബയും സ്പൂണും ഒക്കെ കൊണ്ടാണ് നടക്കുന്നത്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ പാപ്പം കഴിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുക്കുവിൻ്റെ ഈ ലഞ്ച് ബോക്സും ഇതുമൊക്കെ ഞാനന്ന് ആ വീഡിയോ ഒക്കെ ചെയ്തില്ലേ, അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാനതെല്ലാം കൂടെ ഡൈനിങ് ടേബിളിൽ തന്നെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളും പോയി അവൻ്റെ ചെറിയ ഒരു സ്ട്രോബെറി ബാഗും ഒക്കെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. അവനും സ്കൂളിൽ പോകുന്നതാണെന്ന് പറയാനായിട്ട്. പക്ഷേ 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഒരു 3-3.5 കഴിഞ്ഞാലും പിന്നെയും എനിക്ക് പ്ലേ ക്ലാസ്സിനെ കുറിച്ചോ അംഗൻവാടിയെക്കുറിച്ചോ ഒക്കെ ചിന്തിക്കാം. പക്ഷേ ഇപ്പോൾ 2 വയസ്സിൽ ഇവിടെ രണ്ടിടത്തും അവനെ ഇരുത്തത്തില്ല. ഒരു 1 ഇയർ ഒക്കെ കൂടെ കഴിഞ്ഞിട്ട് നോക്കാം, പ്ലേ ക്ലാസ്സിൽ കൂടെ കൊണ്ടുപോയി നോക്കാം. എന്തായാലും മൂവിക്കൊക്കെ പോയപ്പോൾ ആളിപ്പോൾ അടങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. വിസിലിൻ്റെ കൂടെ അല്പം സംഗീതം പോലെ കേട്ടത് നമ്മുടെ കുരിശടിയിൽ പാട്ടിട്ടേക്കുന്നതാണ് കേട്ടോ. ബുധനാഴ്ച ആയതുകൊണ്ട് വൈകുന്നേരം നൊവേനയുണ്ട്. ഞാൻ വിസിൽ അടിച്ചപ്പോൾ തന്നെ കുക്കർ പൈപ്പിന് ചോട്ടിൽ കൊണ്ടുവന്ന് വെച്ച് എയർ അങ്ങ് കളയുവാണ്. അതങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കൈമാരി പെട്ടെന്ന് കുഴഞ്ഞു പോകും. എയർ ഒന്ന് തുറന്നു വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ മേലെ പോയി 2 പേരെയും കൂടി ഇങ്ങ് എടുത്തുകൊണ്ട് പോരുന്നു. ഞാൻ ചെന്നപ്പോൾ 2 കൂടെ കണ്ണും നോക്കി കഥയും പറഞ്ഞ് കിടക്കുകയായിരുന്നു കേട്ടോ. എണീറ്റിട്ടുണ്ടായിരുന്നു. മഴയുടെ ഇടയിൽ ചെറിയൊരു കുടുക്കം ഉണ്ടായിരുന്നു, അത് മതി 2 പേർക്ക് ഉണരാനായിട്ട്. നിലു ബോട്ടിൽ തുറന്നപ്പോഴത്തേക്ക് ആ നിപ്പിളിൻ്റെ പോർഷൻ അടക്കം ഇങ്ങ് ഇളകി വന്നു കേട്ടോ. പിന്നെ ഞാൻ ഒന്നും കൂടെ അടച്ച് അത് നല്ല രീതിക്ക് തുറന്നു കൊടുത്തു. 2 പേരും രാവിലെ പാലൊക്കെ കുടിക്കുവാണ്. ബൂസ്റ്റും തീർന്നു പോയി, ഞാൻ സിറപ്പ് ആഡ് ചെയ്യാനും മറന്നുപോയി. കുക്കർ തുറന്ന് അതിലെ എഗ്ഗ്, നമ്മളതിൻ്റെ ഷെല്ല് പൊളിക്കണമല്ലോ, തോടോടെയാണല്ലോ വെച്ചിരിക്കുന്നത്. എഗ്ഗ് എടുത്ത് മാറ്റി പൊളിച്ച് ഞാൻ തിരിച്ച് അതേ കുക്കറിൽ തന്നെ ഇതങ്ങ് വെച്ചു. വേറൊരു ഡിഷിലേക്കൊന്നും മാറ്റുന്നില്ല, അങ്ങനെ ചൂടോടെ അടഞ്ഞിരിക്കട്ടെ എന്ന് കരുതി. ബിരിയാണി അവിടെ അങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് ഇവർ പാല് കുടിച്ച പാത്രവും പിന്നെ യൂസ് ചെയ്ത സ്പാറ്റുളയും ഒക്കെ അങ്ങ് കഴുകി വയ്ക്കാമെന്ന് കരുതി. ഞങ്ങൾ 2 പേര് ബൂസ്റ്റ് മേടിച്ചാലും അത് കുപ്പിയിലേ മേടിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരുടെ പരിപാടി ഇതിൻ്റെ ഇടയ്ക്ക് അമ്മേൻ്റെ അടുത്ത് പറയും പാക്കറ്റിൽ ബൂസ്റ്റ് മേടിച്ചുകൊണ്ട് വരാം. അതാകുമ്പോൾ കട്ട് തിന്നാനും എളുപ്പമാണല്ലോ. ഒരു സാഷ അങ്ങ് എടുത്തുകൊണ്ട് പോയി ഏതെങ്കിലും മൂലക്കിരുന്ന് 2നും കൂടെ തിന്നാമല്ലോ. പാല് കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നിലുവിനെ ഞാൻ പാല് കുപ്പിയോടെ തന്നെ വീട്ടിലേക്ക് ആക്കാൻ പോവാണ് കേട്ടോ. ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കുക്കുസാറാണ് കേട്ടോ. ക്യാമറയുടെ ആംഗിളിലൊക്കെ ഇത്തിരി ഷേക്കൊക്കെ വരാം. മഴ പെയ്ത് ഒന്ന് തോർന്നു. ഞാൻ ഉറപ്പ് കൊടുത്തു കേട്ടോ, ഞാൻ സാരി ഉടുത്തിട്ട് മമ്മ സാരി ഉടുക്കണം, സാരി ഉടുത്ത് കുക്കുവിനെ റെഡിയാക്കിയിട്ട് അവിടെ വന്ന് നിലുവിൻ്റെ ഉടുപ്പും കൊണ്ട് അവിടെ വരാം. സാധാരണ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് സാരിയൊക്കെ കൊടുത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ ഇവനെ ഇതുപോലെ വീട്ടിലാക്കിയിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് ഇവൻ്റെ പാമ്പേഴ്സും ഡ്രസ്സും എടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലും. അല്ലെങ്കിൽ ഇവൻ എൻ്റെ സാരി ഉടുക്കാൻ സമ്മതിക്കത്തില്ല. ആ സമയത്ത് ഏതെങ്കിലും 2 ബോട്ടിൽ തട്ടിയിടും. ഹെയർ ജെല്ലൊക്കെ ചിലപ്പോൾ എടുത്ത് മോയ്സ്ചറൈസർ ആണെന്നും പറഞ്ഞ് ദേഹത്തും കാലിലും ഒക്കെ തേച്ചും വെക്കും.
ഞാൻ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് സാരി ഉടുക്കും, പക്ഷേ അതിനെനിക്ക് കുറച്ച് സമാധാനം വേണം. അവനെയും വെച്ചത് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞതൊക്കെ ആളങ്ങ് വിശ്വസിച്ചിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് ഡ്രസ്സുമായിട്ട് ചെല്ലുമെന്നാണ് വിചാരിച്ച് വെച്ചേക്കുന്നത്. കൊച്ചുവപ്പോൾ അതേ രാവിലെ എണീറ്റ് കണ്ണും തുറന്ന് വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ നേരെ അവനെ കൊണ്ടുവന്നും കയ്യിലും കൊടുത്തിട്ട് ഞാൻ തിരിച്ചിങ്ങ് വീട്ടിലേക്ക് പോരുന്നു. ഈ പാക്കറ്റിൽ ഒരു 5 പീസ് ബ്രെഡ് ഇരിക്കുന്നതായിരുന്നു എൻ്റെ രാവിലത്തെ ധൈര്യം. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ അതങ്ങ് എടുക്കാമെന്ന് കരുതി. കുക്കു സാറിന് ബ്രെഡ് ഞാൻ ഹാഷീസിൻ്റെ ചോക്ലേറ്റ് സ്പ്രെഡ് തേച്ചിട്ട് കൊടുക്കുന്നു. എനിക്ക് പൈനാപ്പിൾ ജാമാണ് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം. ജാം ഏകദേശം തീർന്നു, കഴിഞ്ഞാറായി. ഇപ്പോൾ ഒരു സ്കൂപ്പ് വല്ലതും എനിക്ക് കിട്ടിയാലായി. കുക്കുവിന് ഞാൻ അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. പാലും ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഗ്ലാസ് പാലും ഈ ഒരു 2 സ്ലൈസ് ബ്രെഡ് അത് മതിയാവും. പിന്നെ സ്കൂളിൽ നിന്ന് കേക്കും ചോക്ലേറ്റ്സും ഒക്കെ കൊടുക്കും, അതുകൊണ്ട് സ്നാക്സ് എടുക്കണ്ട. പ്ലസ് ഒരു 12 o'clock ആകുമ്പോൾ ഈ പരിപാടി എല്ലാം തീർന്ന് ഞങ്ങൾ വീട്ടിലും വരും. ആൻഡ് ബിരിയാണി സെറ്റാണ്, അതുകൊണ്ട് ലൈറ്റായിട്ട് മതി ബ്രേക്ക്ഫാസ്റ്റ്. സമയവും നോക്കണമല്ലോ. ഇന്ന് കുറച്ച് നേരത്തെ പോവുകയും വേണം. അവിടെ നമ്മൾ ഫോട്ടോ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് ഓരോ സ്ഥലത്തൊക്കെ കൊണ്ട് വെക്കണം. പിന്നെ അതുമല്ല, എനിക്ക് സ്കൂളിൽ വീഡിയോ എടുക്കണം. റീ ഓപ്പണിംഗ് ഡേയുടെ ഒരു വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് ഇന്ന് തന്നെ പോവുകയും വേണം. അതല്ലേ അതിൻ്റെ ഒരു രസം. ഈ കുഞ്ഞുങ്ങൾ ആദ്യത്തെ ദിവസം സ്കൂളിൽ പോകുന്നതാണ് പേരൻസിന് അവർ രാവിലെ എന്തായാലും ഡ്രസ്സ് ചെയ്ത കുഞ്ഞിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടും. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ ഈ റീ ഓപ്പണിംഗ് ഡേയുടെ ഒരു വീഡിയോയും കൂടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും അത് സ്റ്റാറ്റസൊക്കെ ആക്കുമ്പോൾ അവർക്കും സന്തോഷം, സ്കൂളിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് അത്രയും റീച്ച് ചെയ്യുന്നതിൽ നമുക്കും സന്തോഷം. അങ്ങനെ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഞാൻ മിനിയാൻറ്റിയുടെ സാരിയും, ബ്ലൗസ് എൻ്റെതാണ്. ബ്ലാക്ക് സാരിയുടെ ഏത് ഷെയ്ഡിനാണെങ്കിലും എനിക്കൊരു ബ്ലൗസ് എന്തായാലും ഉണ്ടാവും. ഇത് ഞാൻ കഴിഞ്ഞ ഈസ്റ്ററിന് വേറൊരു സാരിക്ക് തയ്പ്പിച്ച ബ്ലൗസാണ്. അത് രണ്ട് പീസാണ് കേട്ടോ. ബ്ലാക്ക് കളർ ക്ലോത്തും കയ്യിൽ വെച്ചിരിക്കുന്ന സീക്വൻസ് ഉള്ള പീസും ഒക്കെ ഞാൻ ക്ലോത്ത് സെൻറ്ററിൽ നിന്ന് മുറിച്ച് പറഞ്ഞ് മേടിച്ചതാണ്. ഈ സാരിയുടെ സൈഡിൽ ഈ ആഷ് കളർ കണ്ടപ്പോഴേ ഞാൻ ഇന്നലെ വിചാരിച്ചിരുന്നതാണ് ഇതുമായിട്ട് അങ്ങ് സെറ്റാക്കാമെന്ന്. എന്തായാലും പ്ലീറ്റൊക്കെ രാത്രി എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് ഷടപടയുന്ന സാരിയൊക്കെ കൊടുത്ത് ഞങ്ങളിതേ ഇറങ്ങുവാണ്. വണ്ടി ശരിയാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നേരെ അപ്പുറത്ത് പോയി കണ്ണമ്മൂനെയും കൂട്ടിയിട്ട് വേണം സ്കൂളിലേക്ക് പോകാനായിട്ട്. ഈ സാരി ഉടുത്തുകൊണ്ട് എനിക്ക് കിക്കർ അടിക്കാൻ, ഞാനൊരു 4-5 വട്ടം കിക്കർ അടിക്കുമ്പോൾ ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. പക്ഷേ എനിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ പറ്റത്തില്ല. ഞാൻ എത്ര പിടിച്ചാലും ആ വണ്ടി ഇങ്ങ് പൊങ്ങി വരത്തില്ല. മഴയത്തും പാവങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഈ ഒരു റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടിയ കുറ്റിയൊക്കെ നമ്മുടെ വീട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഏകദേശം പകുതി വരെയൊക്കെ വന്നിട്ടുണ്ട്. അതിനി എന്താവോ എന്തോ. അങ്ങനെ കൊച്ചുപള്ളിയൊക്കെ കടന്ന് ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് എത്തി. ആ വഴിയെല്ലാം വെള്ളമായിരുന്നു. പേരൻസ് ഒക്കെ ഓൾറെഡി എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് യൂണിഫോമും ബുക്സും ഒക്കെ ഇനിയും മേടിക്കാനുണ്ടായിരുന്നവർ അതിനും വന്നിട്ടുണ്ടായിരുന്നു. അതെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജെനിഫർ ചേച്ചിനെ തന്നെയാണ്. പവിഴൻ്റെ വൈഫ്. ചേച്ചി ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വാസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദിസ് അക്കാഡമിക് ഇയർ. അത് കഴിഞ്ഞിട്ട് ഡാഡിയുടെ വക ഒരു വെൽക്കം മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മമ്മി കരയുന്ന കുട്ടികൾക്കൊക്കെ ലോലിപോപ്പും ചോക്ലേറ്റ്സും ഒക്കെ കൊടുക്കുന്ന തിരക്കിലായിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് ഇവരോട് സംസാരിക്കുന്നത് ഈ വർഷം സ്കൂളിൽ പോകാൻ പറ്റാത്ത 230 to 260 അറൗണ്ട്, അതാണ് ലേറ്റസ്റ്റ് കണക്ക്, മില്യൺ കുട്ടികളെ നമ്മൾ ആലോചിക്കണം. നിങ്ങൾ എത്ര ലക്കിയാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെയാണ്. പിന്നെ നമുക്കൊരു ചെറിയൊരു പ്രെയർ പോലെ ഉണ്ടായിരുന്നു, ഒരു പ്രെയർ ഓഫ് ഹോപ്പ്. അങ്ങനെ ഒരു ദിവസം വരട്ടെ എന്ന്, ലോകത്തുള്ള എല്ലാ കുട്ടികളും സ്കൂളിൽ എത്തുന്ന ഒരു ദിവസം വരട്ടെ എന്ന്. ആ ഒരു പ്രെയർ പറയുന്ന സമയത്ത് 3rd സ്റ്റാൻഡേർഡും 4th സ്റ്റാൻഡേർഡും ഒക്കെ കയ്യിൽ ക്യാൻഡിൽ കത്തിച്ച് പിടിച്ചിട്ടുണ്ടാവും. അതെല്ലാ വർഷവും ഉള്ളതാണ്. വി ലൈറ്റ് ദാറ്റ് ക്യാൻഡിൽ ഓഫ് ഹോപ്പ്. അത് ഫോർ എ വേൾഡ്, എല്ലാ കുട്ടികളും സ്കൂളിലെത്തുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ദിവസം വരട്ടെ എന്ന പ്രതീക്ഷയുടെ വെളിച്ചവും കയ്യിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ വർഷവും സ്കൂളിൽ തുടങ്ങാറുള്ളത്. തിരിച്ച് ആലൻ വന്നിരുന്നു സ്കൂളിൽ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട്. അടുത്ത മഴയും എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിൽ വന്നപ്പോഴേക്ക് ബിരിയാണിയൊക്കെ നല്ല രീതിയിൽ തണുത്ത് പോയിരുന്നു കേട്ടോ. ഇനി അവനിൽ ഓരോ പ്ലേറ്റ് വെച്ച് ചൂടാക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. ഒത്തിരി കുട്ടികൾ കരയുന്നുണ്ടായിരുന്നു, കുറേ പേര് ഓടുന്നൊക്കെ ഉണ്ടായിരുന്നു. ആൻറ്റിമാർക്ക് 3 പേർക്കും നുള്ളും പിച്ചും മാന്തും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്ന ബലൂണൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ മസിലും പിടിച്ച് കുറച്ച് ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് കുറച്ച് പേർക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ കരച്ചിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി. അശോകന് നല്ല ക്ഷീണമുണ്ടെന്ന് സാരം. തിരിച്ചു വന്ന് അങ്ങനെ ചൂടാക്കാത്ത ബിരിയാണിയൊക്കെ എടുത്ത് ഞങ്ങൾ 3 പേരും കൂടെ ആയിട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. സാലഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പപ്പടം കാച്ചിയത് ഇന്നലെ കാച്ചിയ പപ്പടം, അതും 3 എണ്ണം എടുത്ത് വെച്ചു. നാരങ്ങ അച്ചാർ കടയിൽ പോയി നോക്കിയിട്ട് കിട്ടിയില്ല. നിങ്ങൾ വന്നപ്പോൾ ഫുട്ടേജിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കട പൂട്ടിയിരുന്നു. നമ്മുടെ അടുത്ത കുരിശടിയുടെ അടുത്ത കട. അവിടുന്ന് നാരങ്ങ അച്ചാർ മേടിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. കട പൂട്ടിപ്പോയപ്പോൾ ഇപ്പം എന്ത് ചെയ്യാനാ, നാരങ്ങ അച്ചാറിന് പകരം മാങ്ങ അച്ചാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനിരുന്നു. UKG കഴിഞ്ഞപ്പോൾ കുക്കു സാറിൻ്റെ ഒരു ഫ്രണ്ട് അഭിശാസ്ത് സ്കൂൾ മാറിപ്പോയിരുന്നു. ഇപ്പോൾ അവൻ തിരിച്ചു വന്നു. അതിൻ്റെ സന്തോഷമാണ് അപ്പനുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മിസ്സും എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു, 2 പേരും വർത്താനം, ക്യാമറ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് 2 പേർക്കും ഒരു കുലുക്കവും ഇല്ലാന്ന്. അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചോറും ഒക്കെ കഴിച്ചു. നിലുവിൻ്റെ കാര്യം വിളിച്ചു ചോദിച്ചപ്പോൾ ചോറൊക്കെ കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങുവാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന്. ഇപ്പോൾ സ്കൂളിൻ്റെ സൈറ്റിൽ കയറാനായിട്ട് ഞാൻ ലാപ്ടോപ്പാണ് യൂസ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞു പോകും. ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് വേണമെങ്കിൽ സ്കൂളിൻ്റെ പേജിലിടും. ഒരു ബൈ പറയാമെന്ന് വെച്ചപ്പോൾ ഈ ഫാൻ സമ്മതിക്കത്തുമില്ല. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്ത്
കഴിഞ്ഞിട്ട് ഇനി ഞാനും പോയി കിടന്നുറങ്ങും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.